Hi all, welcome to I Plus. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് ഇംഗ്ലീഷ് പെഡഗോജി കോമൺ ആയിട്ട് നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ള ഇംഗ്ലീഷ് പെഡഗോജി ക്വസ്റ്റ്യൻസ് റീസെൻ്റ് ആയിട്ട് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന്, 5-ൽ എത്ര സ്കോർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Little or no attention is given to pronunciation dash method. അപ്പോൾ നോക്കിക്കേ, ഒരു മെത്തേഡിനെ കുറിച്ച് പറഞ്ഞേക്കുവാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിലൊക്കെ എന്താണ് ഒരുപാട് മെത്തേഡ്സും അപ്രോച്ചസും ടെക്നിക്സും ഉണ്ടെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലർ മെത്തേഡിൻ്റെ ഒരു ഫീച്ചർ, ഒരു പ്രിൻസിപ്പിൾ കൊടുത്തേക്കുവാണ്. അത് വെച്ചുകൊണ്ട് മെത്തേഡ് ഏതെന്ന് നമ്മൾ കണ്ടെത്തണം. നോക്കാം. ലിറ്റിൽ ഓർ നോ അറ്റൻഷൻ ഈസ് ഗീവൺ ടു പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷന് പ്രാധാന്യം കൊടുക്കാത്ത മെത്തേഡ് ഈ കൂട്ടത്തിൽ ഏതാണ്? ഓഡിയോ ലിംഗ്വൽ, ഗ്രാമർ ട്രാൻസ്ലേഷൻ, CLT, SLT. അപ്പം നമുക്ക് പലപ്പോഴും എന്താണ് ഇതുപോലെ അബ്രിവേഷൻസ് ഒക്കെ വരാറുണ്ട്. CLT എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. പിന്നെ SLT എന്താണ്? സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ മെത്തേഡിൽ എന്തിന് പ്രാധാന്യമില്ല? പ്രൊനൗൺസിയേഷന് പ്രാധാന്യമില്ല. ഓഡിയോ ലിംഗ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് വരുന്നുണ്ട്? അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു പ്രൊനൗൺസിയേഷൻ കേട്ടാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാണ് അത് ഹാബിറ്റ് ഫോർമേഷന് ഭാഗം ആകുന്നത്. CLT കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും എന്തുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രൊനൗൺസിയേഷന് പ്രാധാന്യം തീർച്ചയായും ഉണ്ട്. സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ്ങും ഇതേ രീതിയിൽ തന്നെ. അതിന് മൂന്നിനും എന്താണ്? തീർച്ചയായിട്ടും പ്രൊനൗൺസിയേഷന് പ്രാധാന്യമുണ്ട്. എന്നാൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആ പേരിൽ തന്നെയുണ്ട്. അവിടെ എന്തിനാണ് പ്രാധാന്യം? ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ. ഗ്രാമർ നമ്മൾ പഠിക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഈ മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ നമ്മുടെ മദർ ടങ്ങിലോട്ട്, L2-ൽ നിന്ന് മദർ ടങ്ങിലോട്ട് L1-ലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതുപോലെ ഗ്രാമർ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നു. ഓരോ പദങ്ങളും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഗ്രാമറും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തിനൊക്കെയാണ് പ്രാധാന്യം? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകത ഓൾറെഡി പറഞ്ഞു, പ്രൊനൗൺസിയേഷന് പ്രാധാന്യമില്ല. പ്രൊനൗൺസിയേഷന് പ്രാധാന്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീക്കിംഗ്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പീക്കിങ്ങിന് പ്രാധാന്യമില്ല. ഇനി ലിസണിങ്ങിന് പ്രാധാന്യമുണ്ടോ? അതും ഇല്ല. പിന്നെ എന്തിനൊക്കെയാണ് പ്രാധാന്യം? റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങൾ വായിക്കുന്നു, വായിച്ചിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ റീഡിങ്ങിനും റൈറ്റിങ്ങിനും പ്രാധാന്യം കൊടുക്കുന്ന മെത്തേഡ് ഏതെന്ന് ചോദിച്ചാലും മനസ്സിലാക്കുക ഏതാണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. സ്പീക്കിങ്ങിനും ലിസണിനും പ്രാധാന്യം കൊടുക്കാത്ത മെത്തേഡ് ഏതാണ്? തീർച്ചയായിട്ടും അതെന്താണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ എന്താണ് ഡ്രോബാക്സ് ഉണ്ടായതുകൊണ്ടാണ് ഈ മെത്തേഡിന് ബദലായിട്ട് പുതിയ മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തത്, ഇഫ് എ ലാംഗ്വേജ് ടീച്ചർ ഹാസ് പുട്ട് ദ വേർഡ് സ്കൂൾ, ടീച്ചർ, ഹെഡ് മാസ്റ്റർ, പ്യൂൺ ഇൻ എ ഗ്രൂപ്പ്, ദെൻ ഷീ ഈസ് ഫോളോയിങ്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രാമർ പഠിക്കുകയാണ്, ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ടീച്ചർ എന്ത് ചെയ്യുന്നു? കുറച്ച് ടേംസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കണക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? സ്കൂൾ, ടീച്ചർ, ഹെഡ് മാസ്റ്റർ, പ്യൂൺ. അപ്പോൾ ഈ 4 വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 4 തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലേ? അപ്പോൾ വേർഡ്സ് തമ്മിലുള്ള കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ദെൻ ഷീ ഈസ് ഫോളോയിങ്. എന്താണ് ഫോളോ ചെയ്യുന്നത്? ലെക്സിക്കൽ ഗ്രൂപ്പിംഗ് ആണോ? സെമാൻറ്റിക് ഗ്രൂപ്പിംഗ് ആണോ? ഫോണറ്റിക് ഗ്രൂപ്പിംഗ് ആണോ? ഗ്രാമാറ്റിക്കൽ ഗ്രൂപ്പിംഗ് ആണോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ വേർഡ്സിൻ്റെ അർത്ഥം, അപ്പോൾ ഇവയെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം മീനിങ്ങിനാണ് പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം വരും? സെമാൻറ്റിക് ഗ്രൂപ്പിംഗ്. സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 4 വേർഡ്സ് നമുക്ക് ഒരേ കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ് എന്നതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അതെന്ത് ഗ്രൂപ്പിംഗ് ആണ്? സെമാൻറ്റിക് ഗ്രൂപ്പിംഗ് ആണ്. അടുത്ത ചോദ്യം, ഇഫ് യു ആർ ലിസണിങ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഹൗ ടു റീച്ച് എ സ്പെസിഫിക് ലൊക്കേഷൻ ദെൻ യു ആർ ഡൂയിങ്. ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ എത്താനായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. ശ്രദ്ധയോടെ കൂടി കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്ഥലത്തായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു സ്ഥലം, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ലൊക്കേഷനിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ഒരാൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതെന്ത് തരത്തിലുള്ള ലിസണിങ് ആണ് എന്നാണ് ചോദ്യം. വെറുതെ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടുന്ന പരിപാടിയാണോ? അല്ല. നോക്കാം. കാഷ്വൽ ലിസണിങ്, ഫോക്കസ് ലിസണിങ്, ഇൻറ്റൻസീവ് ലിസണിങ്, എക്സ്റ്റെൻസീവ് ലിസണിങ്. അപ്പോൾ നമുക്ക് കാഷ്വലായിട്ട് കേൾക്കുക അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ എന്താണ്? എക്സ്റ്റെൻസീവ് അല്ല. നമുക്ക് ആപ്റ്റായിട്ട് കിട്ടേണ്ട സാധനമാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് കേൾക്കുന്നതല്ല. എക്സ്റ്റെൻസീവ് റീഡിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫോക്കസ് ലിസണിങ്ങും
ഇൻറ്റൻസീവ് ലിസണിങ്ങും. അപ്പോൾ നമുക്കിത് രണ്ടും ശരിയെന്ന് തോന്നാം. പക്ഷേ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? അത് ഇൻറ്റൻസീവ് ലിസണിങ് ആണ്. ഒരു പർട്ടിക്കുലർ കാര്യം എനിക്കത് കേൾക്കണം, മനസ്സിലാക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അത്രയും ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻറ്റൻസീവ് ലിസണിങ് എന്നാണ്. നമ്മൾ ഇൻറ്റൻസീവ് റീഡിങ് പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോൾ ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളിലൂടെയും ഓരോ വരികളിലൂടെയും കടന്നുപോയി പഠിക്കത്തില്ലേ? അപ്പോൾ ആ ഒരു സംഗതിയാണ്. Language laboratory is a place where the learners have to listen on headphone. The language labs are set up with a view to provide listening activities in order to develop dash. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ലബോറട്ടറിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ലാംഗ്വേജ് ലാബ് നമ്മൾ ഈ ഓഡിയോ ലിങ്കൽ മെത്തേഡൊക്കെ പറഞ്ഞ സമയത്ത് മനസ്സിലാക്കിയാണ് ലാംഗ്വേജ് ലാബ് യൂസ് ചെയ്യാറുണ്ട്. ലാംഗ്വേജ് ലാബ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, ലാംഗ്വേജ് ഫോർമേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മെത്തേഡാണ് ഈ ലാംഗ്വേജ് ലബോറട്ടറി എന്ന് പറയുന്നത്. ലേണേഴ്സ് ഹാവ് ടു ലിസൺ ഓൺ ഹെഡ്ഫോൺ. അവർക്ക് ഹെഡ്ഫോൺസ് കൊടുക്കും, ഇൻഡിവിജ്വൽ ഹെഡ്ഫോൺസ് വെക്കും. അത് യൂസ് ചെയ്തവർക്ക് ലിസൺ ചെയ്യാം. The language labs are set up with a view to provide listening activities. അപ്പോൾ നോക്കി എന്തിനു വേണ്ടിയിട്ടാണ്? ലിസണിങ് ആക്ടിവിറ്റീസിൽ ഇത് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. അനാലിസിസ് ഹാബിറ്റ്, സ്പീച്ച് ഹാബിറ്റ്, ക്രിട്ടിസൈസിങ് ഹാബിറ്റ്, ലിസണിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് സംസാരിക്കാനും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാബിറ്റ് അനാലിസിസും പിന്നെ ക്രിട്ടിസൈസിങ് ഹാബിറ്റും എന്തായാലും വരില്ല. കാരണം നമുക്ക് ലാംഗ്വേജ് നമ്മളിങ്ങനെ കേട്ട് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ നമ്മൾ പോകുന്നില്ല. പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന 2 ഓപ്ഷനാണ്. ഒന്ന് സ്പീച്ച് ഹാബിറ്റ്, ഒന്ന് ലിസണിങ് ആക്ടിവിറ്റീസും. അപ്പോൾ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് ഉത്തരം നമ്മൾ കണ്ടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു കഴിവ് നമ്മളിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ടാണ് എന്ത് ചെയ്യുക? ഇത്തരത്തിൽ ഈ ഒരു സംഗതി നമ്മൾ കേൾക്കാം. ലാംഗ്വേജ് ലാബിൽ ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് കേൾക്കാം. അപ്പോൾ ഫൈനലി നമുക്ക് എവിടെ എത്തിച്ചേരാം? തീർച്ചയായിട്ടും അത് സ്പീച്ച് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ കേട്ട് ഇപ്പോൾ കറക്റ്റ് പ്രൊനൗൺസിയേഷനും ഇൻറ്റോണേഷനും സ്ട്രെസ്സും ഋതവും റൈമും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്ന് പറയുന്നത് സ്പീച്ച് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് ലബോറട്ടറി യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ലബോറട്ടറിയിൽ സ്റ്റുഡൻസിന് എന്ത് കൊടുക്കാം? ഇതുപോലെ ഹെഡ്ഫോൺസ് കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ, കോൺവെർസേഷൻസ് ആവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവരോട് ലിസൺ ചെയ്യാനായിട്ട് പറയുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ദ ഇൻറ്റോനേഷൻ? ഇൻറ്റോനേഷനെ അഫക്റ്റ് ചെയ്യാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? അപ്പോൾ ഇൻറ്റോനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ സ്പീച്ചിൽ നമ്മളെ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻറ്റോനേഷനിൽ വരാത്തത് ഏത് എന്ന് നോക്കാം. വോയിസ്, പ്രൊനൗൺസിയേഷൻ, ടോൺ, റിതം, ലൗഡ്നെസ്. അപ്പോൾ നമ്മളെല്ലാം എപ്പോഴും ഒരേപോലെ മോണോട്ടോണസ് ആയിട്ടാണോ സംസാരിക്കുന്നത്? അല്ല. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഒരേ ടോണിലാണോ സംസാരിക്കുന്നത്? അല്ല. അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇതിലൊക്കെ ടോണിലൊക്കെ വേരിയേഷൻസും വരും. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇൻറ്റോനേഷൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദമാണെങ്കിലും നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും അത് ഇൻറ്റോനേഷൻ്റെ ഭാഗമാണ്. ടോൺ, നമ്മൾ സംസാരിക്കുന്ന ടോൺ അതിൻ്റെ ഭാഗമാണ്. റിതം അതിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാൽ എന്തതിൻ്റെ ഭാഗമല്ല? ലൗഡ്നെസ്, ഉച്ചത ഒരിക്കലും നമ്മുടെ ഈ ഒരു ഇൻറ്റോനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. സ്ട്രെസ്സൊക്കെ വരുന്നുണ്ട്, പിച്ചും സ്ട്രെസ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ലൗഡ്നെസ് ഒരിക്കലും ഇൻറ്റോനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.